ജി ലൂക്കോസ്, ഇവിടെ എന്താണ്, ഇവിടെ പട്ടികൾ പെരുകുകയാണ്. പെരുകെന്ന് പറഞ്ഞാൽ പെരുകുന്നതിൻ്റെ പരമാവധിയിൽ പെരുകുകയാണ്. പട്ടികടി ഏൽക്കുന്നവരുടെ കണക്കെടുത്താൽ അത് മാസാമാസം കുത്തനെ ഉയരുകയാണ്. എന്നിട്ടും ആകെയുള്ള പരിഹാരം ഇപ്പോഴും ഈ ABC, എന്താണ്, ആനിമൽ ബർത്ത് കൺട്രോൾ. എത്ര ABC കേന്ദ്രങ്ങൾ ഉണ്ടെന്നറിയോ? 15 15 ഏതോ 152 പോർട്ടബിൾ ABC കേന്ദ്രങ്ങളെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നുമില്ല. 2023-24 സാമ്പത്തിക വർഷത്തിൽ ABC റാബിസ് ഫ്രീ കേരള പദ്ധതികൾക്കൊക്കെ നീക്കിവെച്ച് 50.9 കോടി, ചിലവാക്കിയ തുക 4.8 കോടി. 24-25 മാറ്റിവെച്ച് 48 കോടി, ചിലവാക്കിയ തുക 8.7 കോടി. ചുമ്മാ മന്ത്രി വന്ന് തള്ളുന്നതല്ലാതെ ഒരു ചുക്ക് ഈ നാട്ടിൽ നടക്കുന്നില്ല കേട്ടോ റജി ലൂക്കോസ്. ഹാഷ്മി, ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യദിനമാണ്. 7.5 പതിറ്റാണ്ടായിട്ട് നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. പക്ഷേ ഇന്ത്യ പട്ടികളിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നേടി സുരക്ഷിതമായിട്ട് ജീവിക്കാനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നാണ് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത്. നമ്മളൊരു ഭീകരപ്രവർത്തകരുടെ നാട്ടിലൂടെ സഞ്ചരിച്ചാൽ പോലും ഭീകരന്മാരെങ്ങാനും കൊന്നാലും നമ്മൾ കൊലയപ്പെടുന്നല്ലാതെ കേരളം പോലൊരു സംസ്ഥാനത്തൂടെ പുറത്ത് കടത്തിക്കാൻ പറ്റത്തില്ല. അതിനേക്കാളും ഭീകരതാണ്ഡവമാടുവാണ് ഇവിടുത്തെ തെരുവ് പട്ടികൾ. യാതൊരു സംശയമില്ല. കുഞ്ഞുങ്ങളെ പുറത്തിറക്കാൻ പറ്റത്തില്ല, മനുഷ്യനെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ബൈക്കിൽ യാത്രക്കാരൻ, ഇപ്പോൾ ഇതിൽ തന്നെ 2 സഹോദരങ്ങൾ ഇരുന്ന് പറയുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകും. അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് മഹാഭാഗ്യമുണ്ടാകും. കാരണം എന്താ, ഈ രാജ്യത്തെ ഏതെങ്കിലും ഭീകരപ്രവർത്തകർ IS തീവ്രവാദികളോ ഒന്ന് വെടിവെച്ചതല്ല. പട്ടി എന്ന് പറയുന്ന ഒരു ജന്തു കാരണമാണ് ഇവർക്കിപ്പം ഇവരുടെ ജീവിതത്തിൻ്റെ അത്ഭുതകരമായ രക്ഷപ്പെടലിലൂടെ മാത്രം ഇവിടെ വന്നിരിക്കാൻ പറ്റിയത്. ഈ കാര്യത്തിൽ ഏത് സർക്കാർ എന്ത് നടപടികളെടുത്താലും അത് തെറ്റാണെന്നുണ്ടെങ്കിൽ അതിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നതിൽ യാതൊരു സംശയമില്ല. ഇവിടെ ഈ നായപ്രേമി ഇവിടെ ഇരുന്നോട് പറഞ്ഞു ഹോളണ്ടിനെ കുറിച്ചും അല്ലെ ഈ യൂറോപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞു. സുഹൃത്തെ, ഞങ്ങളൊക്കെ അവിടെയൊക്കെ യാത്ര ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവോ? ലോകത്തിൽ ആദ്യമായിട്ട് തെരുവുനായ നിരോധിച്ച രാജ്യം നെതർലാൻഡ്സാണ്, മുൻ ഹോളണ്ട്. ആ രാജ്യത്താണ് ആദ്യമായിട്ട് മാതൃക കാണിച്ചത്. നിങ്ങൾക്ക് പരിഷ്കൃതമായ ഒറ്റ രാജ്യത്ത് ഒരു പട്ടിയെ നിങ്ങൾക്ക് പുറത്ത് കാണാൻ പറ്റത്തില്ല, ഒരു മൃഗത്തെയും പുറത്ത് കാണാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വല്ല സൂവിലും പോയി കാണാൻ പറ്റും. പക്ഷേ ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഇന്ത്യയിൽ എന്താണ്, ഒരു നിയമം കൊണ്ട് തന്നെ ഇവറ്റകളെ പുറത്തിറക്കി വിട്ടിരിക്കുക, മനുഷ്യരെ കൊല്ലാൻ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും മരണം അത്ര ഭീകരമായ രീതിയിലൊന്നും നമ്മൾ ആക്രമിക്കുന്നില്ല. നിങ്ങൾ സംസാരിക്കാൻ, ഞാൻ സംസാരിക്കട്ടെ. നിങ്ങളെ പോളണ്ടിലേക്ക് ചെല്ലേ, നിങ്ങളെ ക്യൂബയിലേക്ക് ചെല്ലേ, അവിടെ ഒക്കെ ഉണ്ട്. സത്യത്തില് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹാഷ്മി, ഇതുപോലെയുള്ളവരെയൊക്കെ ചാനലിൽ കൊണ്ട് ഇരുത്തരുത്. ഇത്തരം ജനങ്ങളെ ഈ മനുഷ്യരെ മനസ്സിലാക്കാൻ. ഞാൻ അവിടെ മൃഗസ്നേഹികൾ പറയുന്നത് ഭ്രാന്ത് പിടിച്ചത് നായകൾക്കല്ല, ഭ്രാന്ത് പിടിച്ച മനുഷ്യർക്കെന്നാ പറയുന്നത്. ആ മനുഷ്യന്റെ ഇത് മ്യൂട്ട് ചെയ്യൂ. അയാളുടെ വികൃതത്രങ്ങൾ കേൾക്കാനല്ല കേരളം ഇവിടെ ഇരിക്കുന്നത്. താങ്കൾ എന്താ പറഞ്ഞ അമേരിക്കയിൽ പോയി നോക്കാനുണ്ടോ? 8 വർഷം അമേരിക്ക ജീവിച്ചോരാ ഞാൻ. താങ്കൾ ഒരു പട്ടിയിലെ തെരുവ് കാണിക്കോ? ചുമ്മാ ചാനലിൽ ഇരുന്നോണ്ട് വിവരക്കേട് വിദ്യത്തിലും പറയരുത്. കേരളത്തിന് വെളിയിൽ താങ്കൾ സന്ദർശിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാ. മണ്ഡലത്തിലെടുത്ത് പറയരുത്. ഇവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ഞങ്ങള്. ചുമ്മാ ഈ അയാളോട് മിണ്ടായിരിക്കാൻ പറയേ. നിങ്ങൾ ആ മൈക്ക് ഓഫ് ചെയ്തേ. ഏറ്റവും വലിയൊരു ഭീകര താണ്ഡവത്തിനെതിരെ സംസാരിക്കുമ്പോൾ അയാൾ അമേരിക്ക പട്ടിയുണ്ട്, ഓരോരുത്തരുടെ മനുഷ്യരുടെ ഒരു തെരുവ് നായ പോലും രാജ്യത്തില്ല, കാനഡയിലില്ല. യൂറോപ്പ് ഉടനീളം പലതവണ യാത്ര ചെയ്തിട്ടുള്ള ഞാൻ. അത് ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് അവിടെ ഒരു പട്ടിയെ കാണിക്കാൻ പറ്റുമോ? ഒരു പട്ടി എങ്ങാനും പുറത്ത് കാണിച്ചിട്ടുണ്ട്, പട്ടി ജയിലിൽ പോകും. ഈ പറയുന്ന രാജ്യങ്ങളിൽ നെതർലാൻഡിലൊക്കെയാണ് ഇല്ലാത്തതുള്ളൂ, അല്ലാത്ത ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. നിങ്ങൾ ആ റഷ്യയിലേക്ക് ചെല്ല്, നിങ്ങളുടെ സ്വന്തം സ്ഥലമാണല്ലോ. എന്റെ ആശ്മി, സത്യമായിട്ടും എനിക്ക് സങ്കടം തോന്നുന്നു. റഷ്യക്കാരുടെ വേദനയെ പറ്റി പറയാതെ കേരളത്തെ പറ്റി പറ. ഇവിടെ കുഞ്ഞുങ്ങളെ പട്ടി കടിച്ചു കൊല്ലുന്നു, അതിനെ പറ്റി പറ. റഷ്യയിലോട്ട് വണ്ടി പിടിക്കണം നേരത്തെ. അല്ല റജീൽക്കോസ് പറയട്ടെ. ഈ ലോകത്തിൽ തെരുവട്ടി ഞാനെന്ന് പറഞ്ഞു പൂർത്തിരിക്കട്ടെ. ഈ ലോകത്തിൽ തെരുവുനായകൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉള്ളത് 6 രാജ്യങ്ങളുള്ളൂ. 196 രാജ്യങ്ങളിൽ ഐക്യരാഷ്ട്രസഭയിലുള്ളതിൽ 6 രാജ്യങ്ങളെ തെരുവുപട്ടിയുള്ളൂ. ആ 6 രാജ്യങ്ങളിൽ ഇന്ത്യ ഒഴിച്ച് എവിടെയും തെരുവുനായ്ക്ക് സംരക്ഷണമുണ്ട്. ഒരു നായ ഒരാളെ കടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയില്ല, ആ നായ സൂയി എന്ന് മാത്രമല്ല, ആ നായയുടെ സംരക്ഷണ ഒരു കൗണ്ടിയിലാണെന്നുണ്ടെങ്കിൽ അയാൾ കൊടുക്കേണ്ട വില ജയിലിലേക്കുള്ള യാത്രയാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇന്ത്യയിൽ 38,000 കോടി രൂപയുടെ വാക്സിൻ ലോബിയാണ് ഇന്ത്യയിലുള്ളത്. അവരാണ് ഈ കപിൽ സിബിലെ പോലെയൊക്കെ ഉള്ളവരെ, മിനിറ്റുകൾക്ക് ലക്ഷങ്ങളുടെ വിലയുള്ള ആളുകളെ ഈ പട്ടിക്ക് വേണ്ടി വാദിക്കാൻ പോകുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടി അടിച്ചാകുന്നത് എവിടെയാണെന്നറിയോ? കേരളത്തിലാണ്. കേരളത്തിൽ 4 കോടി ജനങ്ങളുണ്ട്. തെരുവിലേക്ക് ഇറങ്ങത്തില്ല, വീടിന് വെളിയിലേക്ക് ഇറങ്ങത്തില്ല. സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യം ചെയ്യുന്നുണ്ടോ? ഒരു മാസ്റ്റർ ശരി, ഇപ്പോ എന്താണ് ഇവിടെ പട്ടിയെ കൊന്ന കേസെടുക്കും. ശരി,
ABC എന്ന് പറയുന്ന സംവിധാനം ഉണ്ടല്ലോ, ഒരു ഗുണമില്ലാത്തൊരു സംവിധാനം ഉണ്ടല്ലോ, ഈ പറഞ്ഞ ആനിമൽ ബർത്ത് കൺട്രോൾ. ഒരു പ്രാക്ടിക്കലും അല്ല, ഒന്നുമില്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ അത് മാത്രമേ മുന്നേ വഴിയുള്ളൂ. ABC പോലും ചെയ്യുന്നുണ്ടോ കാര്യമായിട്ട്? ഷെൽട്ടർ ഹോമുകൾ എവിടെയെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ലെന്നേ. ഹാഷ്മി, ഇവിടെ ഇവിടെ വാക്സിൻ എടുത്ത കുഞ്ഞുങ്ങൾ മരിക്കുക. അപ്പൊ ചോദിക്കുമ്പോൾ എന്താ കാര്യം? ചോദിക്കുമ്പോൾ എന്താണ്, ഈ പട്ടി ആഴത്തിൽ കടിച്ചാൽ വാക്സിൻ വർക്കൗട്ട് ആവില്ല എന്ന്. കടിക്കാമെന്ന് പട്ടിയോട് പറയാൻ പറ്റുമോ? ആഴത്തിൽ കടിക്കല്ലേ പട്ടി എന്ന് പറയാൻ പറ്റുമോ? ഹാഷ്മി, ചെന്നായ് എന്ന് പറയുന്ന വർഗത്തിന്റെ ജനിതക മാറ്റത്തിലൂടെയാണ് പട്ടി ഉണ്ടായത് ലോകത്തിൽ. ആ പട്ടിയുടെ ജനിതക മാറ്റത്തിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. വാക്സിൻ കൊടുത്തിട്ടും അതിനുശേഷം പിന്നെ നായ്ക്കുള്ള മരുന്ന് കൊടുത്തിട്ടും ആ 4 കുഞ്ഞുങ്ങൾ മരിച്ചത്. ഭീകരമായൊരു അവസ്ഥയിലേക്ക് നാട് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ പറഞ്ഞ ABC കുറിച്ച് ഞാൻ പറയാം. കേരളത്തിലെ ഏറ്റവും ഫലപ്രദമായതിൽ ഏറ്റവും മനോഹരമായതിൽ ഒരു ABC സെന്റർ, ഒരു പട്ടിയുടെ ഒരു ഷെൽട്ടർ ഉണ്ടാക്കിയത് പാലാ മുനിസിപ്പാലിറ്റിയാണ് 4 വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ അതിനടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. 2-3 ദിവസം 10-120 പട്ടികളെ സംരക്ഷിച്ചു. നാട്ടുകാരിളകി ഇവിടെ ഇതിനെ ജീവിപ്പിക്കാൻ റെജി ലൂക്കോസ്, ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം എന്താണ്? ഒരു ഷെൽട്ടർ ഹോം ഉണ്ടാകും, നാട്ടുകാരളകും. അത് കാരണം പട്ടികൾ നടക്കട്ടെ, പട്ടികൾ ആൾക്കാരെ കടിച്ചു കയറട്ടെ, പട്ടികൾ കുഞ്ഞുങ്ങളെ കൊന്നോട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കലാണോ? കേന്ദ്രത്തോട് നോക്കിയിരിക്കലാണോ പരിഹാരം? അതിലേക്ക് ഞാൻ വരുന്നത്. ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. എനിക്ക് ഈ കാര്യത്തിൽ വളരെ നിശ്ചിതമായ രീതിയിലുള്ള വിമർശനമുള്ള ഒരു വ്യക്തിയാണ്. ഞാനും നിങ്ങൾ ഇറങ്ങുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ഏത് ഭരണകൂടമാണെങ്കിലും എതിർക്കും, ഒരു നിസ്സംശയം പറയാം. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുക, നിങ്ങൾക്ക് കേരളത്തിലെ സർക്കാരിനെ കൊണ്ട് ഒരു 10 പട്ടിയെ കൊല്ലിക്കാൻ പറ്റുമോ? കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആ പിന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജിവെക്കേണ്ട വരും. നിങ്ങൾക്കറിയോ? നിങ്ങളിപ്പോൾ സർക്കാരിനെ പറയണ്ട, ഈ പട്ടിയെ ചെയ്യേണ്ട ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം. അതായത് പരിഷ്കൃത ലോകത്തിൽ കള്ളിങ് എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. വന്യമൃഗങ്ങളൊക്കെ അനാവശ്യമായിട്ട് പെറ്റുവരുമ്പോൾ അതിൻ്റെ വംശവർദ്ധന നിയന്ത്രിക്കുന്ന കള്ളിങ് പൊതുജനത്തിന് പോലും പോയി അതിനെ വെടിവെച്ചു കൊല്ലാം. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും മറ്റെല്ലാ രാജ്യങ്ങളുണ്ട്. ഇന്ത്യയിലത് പറ്റത്തില്ല. ഈ പട്ടീനെ ആ രീതിയിൽ അതിന് നിയന്ത്രണം കൊണ്ടുവരണം. ഇതിനെ കൊല്ലണം. പശുവിനെ കൊല്ലാം, കോഴിയെ കൊല്ലാം, ആടിനെ കൊല്ലാം. പട്ടിയെ കൊന്നുകൂടാത്തത്? മനുഷ്യൻ ജീവിക്കാനുള്ള ഏതൊരു ഭീകര കൊല്ലാം. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് പട്ടിയെ കൊല്ലാൻ പാടില്ല. ഇതിന് കാരണം എന്തുകൊണ്ടാ? അതിന്റെ പിന്നിൽ കോടികളുടെ കൈക്കൂലിയുണ്ട്. വാക്സിൻ ലോബിയുടെ കമ്മീഷൻ മേടിക്കുന്നത് നിങ്ങളാണോ അവരാണോ? അല്ലല്ല, ഏഞ്ചൽസ് നായർ, വാക്സിൻ ലോബിയുടെ കമ്മീഷൻ വാങ്ങിയത് നിങ്ങൾ ഇവരാണോ അതോ അവരാണോ? ഈ പറഞ്ഞ പട്ടി ഇങ്ങനെ പെരുകി കാണുന്ന ആഗ്രഹം നിങ്ങളല്ലേ അവരാണോ? ഇല്ല, പട്ടിയെ കൊല്ലണമെന്നല്ലേ പുള്ളി പറയുന്നത്? ഇല്ല, ബിജു പ്രഭാകർ പറഞ്ഞ എന്താ? പട്ടിയെ കൊന്നു കളയണമെന്നല്ലേ പറയുന്നത്? ബിജു പ്രഭാകർ മെഡിക്കൽ കോർപ്പറേഷന്റെ ചെയർമാൻ. അല്ല, ബിജു പ്രഭാകർ പറഞ്ഞത് ഈ പട്ടികളെ കൊന്നു കളയാ പറയുന്നത്. നിങ്ങളാ പറയുന്നത് പട്ടികളെ എന്താ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊണ്ടു നിങ്ങളാ? ഏഞ്ചൽസ് നായർ. അപ്പൊ കമ്മീഷൻ വാങ്ങിച്ച ആരാ? ബിജു പ്രഭാകർ ആണോ നിങ്ങളാണോ? പട്ടി കടിക്കണം, പട്ടിയെ കൊണ്ട് കടിപ്പിക്കുക തന്ത്രം കേരളത്തിൽ പറഞ്ഞു കൊടുത്ത ആള് ബിജു പ്രഭാകറാണ്.